ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പോളിനോമിയലിൻ്റെ റൂട്ട്സിനെ പറ്റിയായിരുന്നു അല്ലേ. അപ്പോൾ ആ സെക്ഷനിൽ നമ്മൾ സിമ്പിൾ റൂട്ടിനെ പറ്റി പഠിച്ചു, ഡബിൾ റൂട്ടിനെ പറ്റി പഠിച്ചു, ആൻഡ് മൾട്ടിപ്ലിസിറ്റി n ആയ റൂട്ട്സിനെ പറ്റി പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് ആവശ്യമായ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 2-3 പോയിൻറ്റ്സ് ഞാനൊന്ന് കോട്ട് ചെയ്യാം. അതിനുശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് ആൽഫ ഈസ് എ സിമ്പിൾ റൂട്ട്, ആൽഫ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റൂട്ടാണെങ്കിൽ ദെൻ വി ഹാവ് simple root of the polynomial. If alpha is a simple root of the polynomial f of x, then we have f of alpha equal to 0, but f dash of alpha not equal to 0. Okay, and if alpha is a double root of f of x, alpha f of x in the double root, and then we have f of alpha equal to f dash of alpha equal to 0, but f double dash of alpha not equal to 0. If alpha is a double root, then f of alpha equal to f dash of alpha equal to 0, but f double dash of alpha not equal to 0, etc. If alpha is a root of multiplicity the n, then we have f of alpha equal to f dash of alpha equal to etc. equal to f raised to n minus 1 of alpha equal to 0, but fn of alpha not equal to 0 അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ കോൺസെപ്റ്റ് വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അത് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 1. The equation f of x equal to x raised to n minus nx plus n minus 1 equal to 0, where n greater than 1 is satisfied by x equal to 1. Then what is the multiplicity of the root? What is the multiplicity of the root? This is the question. ഓക്കെ, നമ്മൾ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ നമുക്ക് തന്നെ പോളിനോമിയൽ എന്ന് പറയുന്നത് സം എക്സ് റൈസ് ടു എൻ മൈനസ് എൻ എക്സ് പ്ലസ് എൻ മൈനസ് 1 ആണ് അല്ലേ. ആൻഡ് ഗിവൺ ദാറ്റ് ദിസ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ എക്സ് ഈക്വൽ ടു 1 മീൻസ് if we put the value of x equal to 1, then we get the function value equal to 0 അല്ലേ. അതായത് ഈ ഇക്വേഷന് എക്സ് ഈക്വൽ ടു 1 എന്ന ഒരു എലമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇഫ് യു പുട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 1, നമ്മൾ എക്സ് പകരം ഇവിടെ ഒരു 1 കൊടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആയി കിട്ടും അല്ലേ. സോ ഫ്രം ദിസ് വി ഹാവ് എഫ് ഓഫ് 1 ഈക്വൽ ടു 0. അങ്ങനെയാണ് എഫ് ഓഫ് 1 ഈക്വൽ ടു 0 ഇംപ്ലീസ് 1 is a root of f of x. ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ റൂട്ട്. നമ്മൾ റൂട്ട് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1ൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് വാട്ട് ഈസ് അവർ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ മൈനസ് എൻ എക്സ് പ്ലസ് എൻ മൈനസ് 1. ഇനി നമ്മൾ ഈ 1 എന്ന് പറയുന്നത് 1ൻ്റെ മൾട്ടിപ്ലിസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ 1 ഒരു സിമ്പിൾ റൂട്ടാണോ എന്ന് ചെക്ക് ചെയ്യും. ഈ 1 ഒരു സിമ്പിൾ റൂട്ട് അല്ലെങ്കിൽ അതൊരു ഡബിൾ റൂട്ടാണോ എന്ന് ചെക്ക് ചെയ്യും. ആൻഡ് ഡബിൾ റൂട്ട് അല്ലെങ്കിൽ അതൊരു ട്രിപ്പിൾ റൂട്ടാണോ ചെക്ക് ചെയ്യും. അങ്ങനെ ആ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലേ. അപ്പോൾ യൂസിങ് ദിസ് കോൺസെപ്റ്റ്സ്, ഈ കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഈ 1ൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ എഫ് ഓഫ് എക്സ് ആൻഡ് ഐ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ f dash, that is f dash of x equal to the derivative of x raised to n equal to n x raised to n minus 1 minus derivative of minus nx equal to minus n. ഇതെന്ന് പറയുന്നത് n minus 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഓക്കെ, നൗ ഐ ഫൈൻഡ് f double dash of x which is equal to the derivative of n x raised to n minus 1 which is equal to n minus 1 into n into x raised to n minus 2.
here this n is constant, so its derivative equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ എഫിൻ്റെ ഡെറിവേറ്റീവ്സ് നോക്കാം. അതിന് ഈ ഡെറിവേറ്റീവ്സിൽ നമുക്ക് കിട്ടിയ റൂട്ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മെത്തേഡ് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, സോ we have our f of 1 equal to 0. Then we find f dash of 1. F dash of 1 equal to, that is we put the value of x equal to 1 in this equation. Then we get f dash of 1 equal to n into 1 raised to n minus 1, which is equal to 1 minus n, which is equal to 0. That is we get f of 1 equal to 0 and also f dash of 1 equal to 0. ഈ 1 ഒരു സിമ്പിൾ റൂട്ട് ആയിരുന്നെങ്കിൽ we have f of alpha equal to 0 but f dash of alpha not equal to 0 if this alpha is a simple root. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് f of 1 equal to 0 ആണ് and f dash of 1 is also equal to 0. That means this 1 is not a simple root. സിമ്പിൾ റൂട്ട് ആയിരുന്നെങ്കിൽ f dash of 1 not equal to 0 കിട്ടിയാണ് അല്ലേ. So from this we can conclude that 1 is not a simple root. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് 1 ഡബിൾ റൂട്ട് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1 ഡബിൾ റൂട്ട് ആണെങ്കിൽ by this definition we have f of 1 must be equal to 0, f dash of 1 must be equal to 0, but f double dash of 1 not equal to 0 ആയിരിക്കണം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് f of 1 equal to 0 ആണ്, f dash of 1 equal to 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി f double dash of 1 not equal to 0 ആണെങ്കിൽ നമുക്ക് ഈ 1 എന്ന് പറയുന്നത് ഒരു ഡബിൾ റൂട്ട് ആണെന്ന് പറയാൻ പറ്റും. Okay, so I substitute the value of x equal to 1 here. Then I get f double dash of 1 equal to n minus 1 into n into 1 raised to n minus 2, which is equal to 1. So we get f double dash of 1 equal to n minus 1 into n. ഈ 1 ഒരു ഡബിൾ റൂട്ട് ആവണമെങ്കിൽ f double dash of 1 not equal to 0 വരണം. And we have this n minus 1 into n which is equal to f double dash of 1 not equal to 0. കാരണം നമ്മൾ ചൂസ് ചെയ്ത n എന്ന് പറയുന്നത് n is a number which is greater than 1 അല്ലേ. 1നേക്കാളും ഗ്രേറ്റർ ആയ ഒരു നമ്പറാണ് n എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ n എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. അതുപോലെ തന്നെ ഈ n മൈനസ് 1ഉം ഒരിക്കലും 0 ആവില്ല. കാരണം ഇഫ് n മൈനസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് n ഈക്വൽ ടു 1. ബട്ട് വി ചൂസ് n ഇൻ സച്ച് എ വേ ദാറ്റ് n is a number which is greater than 1. അതുകൊണ്ട് തന്നെ this product n minus 1 into n which is equal to f double dash of 1 not equal to 0. Okay, that means we get f of 1 equal to 0, f double dash of 1 equal to 0, but f double dash of 1 not equal to 0, which implies this 1 is a double root. Double root means this 1 is a root of multiplicity 2. Okay, and we can say that our function f of x is divisible by ഈ 1 എന്ന റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി 2 ആയതുകൊണ്ട് ഈ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ബട്ട് നോട്ട് ബൈ എക്സ് മൈനസ് 1 ഹോൾ റൈസ് ടു 3. ഓക്കെ, example number 2. Can any other root of the same equation be multiple root? f of x equal to x raised to n minus nx plus n minus 1. ഓക്കെ, അതായത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത എക്സാമ്പിൾ സെയിം എഫ് ഓഫ് എക്സ് ആണ് എടുത്തേക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ മൈനസ് എൻ എക്സ് പ്ലസ് എൻ മൈനസ് 1. ദിസ് ഇസ് അവർ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണ് 1 എന്ന് കിട്ടി. ആൻഡ് ആ 1 എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സിലെ ഒരു ഡബിൾ റൂട്ട്, അതായത് മൾട്ടിപ്ലിസിറ്റി 2 ആയുള്ള ഒരു റൂട്ടാണെന്ന് നമുക്ക് കഴിഞ്ഞ എക്സാമ്പിളിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 1 അല്ലാതെ മറ്റൊരു മൾട്ടിപ്പിൾ റൂട്ട് എഫ് ഓഫ് എക്സിന് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ. ആൻഡ് വി നോ ദാറ്റ് 1 ഈസ് എ ഡബിൾ റൂട്ട് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ ചെയ്തത് 1 ഈസ് എ ഡബിൾ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. Now we suppose that there exists a root alpha which is not equal to 1 and that alpha is a multiple root. Okay, അതായത് 1 അല്ലാത്ത ഒരു മൾട്ടിപ്പിൾ റൂട്ട് ആൽഫ ഈ എഫ് ഓഫ് എക്സിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ
ഈ ആൽഫ എന്ന് പറയുന്നത് ദിസ് ആൽഫ ഈസ് എ മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് മീൻസ് ദിസ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്. ദെൻ വി ഹാവ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. കാരണം ഈ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട് ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് ആൽഫ 0 ആയിരിക്കും. സോ വാട്ട് ഈസ് എഫ് ഓഫ് ആൽഫ? എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു ആൽഫ റൈസ് ടു n മൈനസ് n ആൽഫ പ്ലസ് n മൈനസ് 1 ഈക്വൽ ടു 0. Let it be some 1. Okay. Now we find the derivative of this f. That f dash of alpha equal to derivative of alpha raised to n equal to n alpha raised to n minus 1 minus n. And this n alpha raised to n minus 1 minus n can be written as this is equal to, I take n outside, then which is equal to n into alpha raised to n minus 1 minus 1. Okay. So നോക്കുക, നമ്മൾ ഈ റൂട്ട് ആൽഫ എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ആൽഫ ഇസ് എ മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു മൾട്ടിപ്പിൾ റൂട്ട് മീൻസ് ഈ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി സം കെ. നമ്മൾ സപ്പോസ് ചെയ്യാണ് ഇതൊരു ഒരു കെ മൾട്ടിപ്ലിസിറ്റി ഉള്ള എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് ആൽഫ എന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ വി ഹാവ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കും, എഫ് ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കും, എക്സെട്ര അപ് ടു എഫ് കെ മൈനസ് 1 ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കും. ബട്ട് എഫ് കെ ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലേ? സോ നമ്മൾ ഈ ആൽഫേനെ ചൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ റൂട്ട് എന്നാണ്. അതായത് നമ്മൾ സപ്പോസ് ചെയ്യുന്നത് ദിസ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി സം കെ എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ദിസ് എഫ് ഡാഷ് ഓഫ് ആൽഫ ഓൾസോ ഈക്വൽ ടു 0. That is n into alpha raised to n minus 1 equal to 0. Okay. Now we know that our n is greater than 1. അല്ലേ, നമ്മൾ ചൂസ് ചെയ്ത n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ എന്നിന് ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് ദിസ് ആൽഫ റൈസ് ടു n minus 1 must be equal to 0, which implies alpha raised to n minus 1 minus 1 equal to 0. That is alpha raised to n minus 1 equal to alpha. Sorry, this is equal to 1, which implies I multiply both this side with alpha, then I get alpha raised to n equal to alpha. Okay, so I substitute alpha raised to n equal to alpha in our equation 1. Equation 1 inathu ഞാൻ alpha raised to n equal to alpha എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Then I get 1 implies alpha raised to n minus n alpha plus n minus 1 equal to, ഈ alpha raised to n ന് പകരം ഞാൻ ഈ ആൽഫേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആൽഫ മൈനസ് n alpha plus n minus 1 which is equal to 0 ആണ്. So this is equal to 0. Okay, this is equal to, I take n outside, then I get n into 1 minus alpha plus ബാക്കിയുള്ളത് ആൽഫ മൈനസ് 1 ആണ്. സോ ആൽഫ മൈനസ് 1 ഈക്വൽ ടു 0. നൗ ഐ ടേക്ക് ആൽഫ മൈനസ് 1 outside, then I get alpha minus 1 into 1 minus n which is equal to 0. Is this possible? ഇത് പോസിബിൾ ആണോ? ദിസ് ഇസ് നോട്ട് പോസിബിൾ. വൈ? കാരണം നമ്മൾ ആൽഫ എന്ന് പറയുന്നത് 1 അല്ലാത്ത ഒരു റൂട്ടായിട്ടാണ് നമ്മൾ ആൽഫയെ ചൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ ആൽഫ മൈനസ് 1 എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. കാരണം ഇഫ് ആൽഫ മൈനസ് 1 ഈക്വൽ ടു 0 ദെൻ ആൽഫ ഈക്വൽ ടു 1 ആണ്. പക്ഷേ നമ്മൾ ആൽഫ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 എന്നാണ് ചൂസ് ചെയ്തേക്കുന്നത്. ദെർഫോർ ദിസ് ആൽഫ മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. Again we have is this 1 minus n equal to 0? ഈ 1 minus n equal to 0 ആവുമോ? ഇതൊരിക്കലും 0 ആവില്ല. കാരണം നമ്മൾ n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ 1 minus n ഒരിക്കലും 0 ആവില്ല. അതായത് ആൽഫ മൈനസ് 1 0 ആവില്ല, 1 minus n 0 ആവില്ല. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒരിക്കലും 0 ആവില്ല. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ദാറ്റ് ഈസ് അവിടെ ആൽഫ നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 അല്ലാത്ത ഒരു മൾട്ടിപ്പിൾ റൂട്ട് ഈ എഫ് ഓഫ് എക്സിന് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന 2 പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സസൈസ് സെക്ഷനിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം.
ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ പോളിനോമിയൽ വിത്ത് ലോവസ്റ്റ് ഡിഗ്രി. ഒരു പോളിനോമിയൽ എഴുതണം. ലെറ്റ് ഇറ്റ് ബി സം എഫ് ഓഫ് എക്സ് വിത്ത് ലോവസ്റ്റ് ഡിഗ്രി. റൈറ്റ് എ polynomial with lowest degree that has simple root simple root 1 minus 1, double root 2, triple root minus 3, and that takes the value 1 for x equal to 0. So this is our question. Question ഒന്നുകൂടി വായിക്കാം. Write a polynomial with the lowest degree that has simple roots 1 minus 1, double root 2, triple root minus 3, and that takes the value 1 for x equal to 0. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പോളിനോമിയലിനെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, so let the recurrent polynomial be f of x. നമുക്ക് കണ്ടുപിടിക്കേണ്ട പോളിനോമിയലിനെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, and given that 1 and minus 1 are the simple roots of this f of x. 1ഉം മൈനസ് 1ഉം ഈ എഫ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ റൂട്ട്സ് ആണ്. And also given that 2 is a double root of f of x. 2 is a double root of f of x. And also given that minus 3 is a triple root of f of x. Minus 3 is a triple root of f of x. Okay. And given that polynomial f of x takes the value 1 for x equal to 0. That is, if we put the value of x equal to 0, then the function takes the value 1. That is f of 0 equal to 1. Okay. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 1ഉം മൈനസ് 1ഉം എഫ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ റൂട്ട്സ് ആണ്. സിമ്പിൾ റൂട്ട്സ് മീൻസ് 1ഉം അതുപോലെ തന്നെ മൈനസ് 1ഉം ഒരു തവണ മാത്രമേ റൂട്ട്സിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലേ? ആകെ 1 മൈനസ് 1 എന്ന് പറയുന്നത് അതിന് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതായത് സോ അതുകൊണ്ട് തന്നെ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് മൈനസ് 1 എന്നൊരു ഫാക്ടർ ഉണ്ടാവും. ഈ മൈനസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 എന്നൊരു ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ തന്നിരിക്കുന്നത് 2 ഈസ് എ ഡബിൾ റൂട്ട്. 2 എന്ന് പറയുന്നത് ഡബിൾ റൂട്ടാണ്. അത് ഡബിൾ റൂട്ട് മീൻസ് 2 എന്ന റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2 എന്ന റൂട്ട് രണ്ടെണ്ണം എക്സിസ്റ്റ് ചെയ്യും. 2 ടൈംസ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ തന്നേക്കുന്നത് മൈനസ് 3 എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിൾ റൂട്ടാണ്. ട്രിപ്പിൾ റൂട്ട് മീൻസ് മൈനസ് 3 മൈനസ് 3 മൈനസ് 3. ഈ മൈനസ് 3 എന്ന റൂട്ട് 3 തവണ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എക്സ് മൈനസ് 3 ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടേഴ്സ് കിട്ടി. ആൻഡ് എഫ് ഓഫ് 0 ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അവർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എ ഇൻറ്റു ദ പ്രോഡക്റ്റ് ഓഫ് ദിസ് ഫാക്ടേഴ്സ്. ആൻഡ് ദിസ് എ റിപ്രസെൻറ്റ് എ കോൺസ്റ്റൻറ്റ്. എ ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 3 ഹോൾ ക്യൂബ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുത്തത്. നമ്മൾ അടുത്ത് ഈ എയ്ക്ക് പകരം നമുക്ക് എക്സ് ഉള്ള മറ്റൊരു ഫോമും എഴുതാൻ പറ്റില്ല. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് മസ്റ്റ് ബി എ പോളിനോമിയൽ വിത്ത് ലോവസ്റ്റ് ഡിഗ്രി. ലോവസ്റ്റ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ആയിരിക്കണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ എക്സിൻ്റെ ടേമിലുള്ള മറ്റേതെങ്കിലും ഒരു ഫോം ഇവിടെ എഴുതിയാൽ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് കൂടുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ദിസ് പോളിനോമിയൽ മസ്റ്റ് ബി എ പോളിനോമിയൽ ഓഫ് ലോവസ്റ്റ് ഡിഗ്രി. അതുകൊണ്ടാണ് ഈ ഫാക്ടേഴ്സിനെ ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. Okay, so we get f of x equal to a into x minus 1 into x plus 1 into x minus 2 whole square into x plus 3 whole cube. Okay, and given that f of 0 equal to 1, so we find the value of f at x equal to 0. That is f of 0 equal to, from this is equal to a into
0 minus 1, that is minus 1. Next 0 plus 1, that is 1. 0 minus 2 all square, which is equal to 4. Next 0 plus 3 all cube, that is 3 raised to 3, that is 27. And given that this f of 0 equal to 1, that is this is equal to 1. This implies minus 1 into 1 into 4 into 27, which is equal to minus 108. Minus 108 equal to 1, which implies a equal to minus 1 by 108. Okay. Therefore, our f of x equal to, what is a? A equal to minus 1 by 108 into x minus 1 into x plus 1 into x minus 2 all square into x plus 3 all cube. This is our f of x. Okay. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സൈസ് സെക്ഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സൈസ് സെക്ഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫാക്ടറൈസ്, ക്വസ്റ്റ്യൻ എന്താണ്? ഫാക്ടറൈസ് f of x equal to x cube minus I into linear factors. Okay. Answer. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫാക്ടറൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ഐ ഇൻറ്റു ലീനിയർ ഫാക്ടേഴ്സ്. നമുക്കൊരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ഐ. ഇങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ലീനിയർ ഫാക്ടേഴ്സ് മീൻസ് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഈ എഫ് ഓഫ് എക്സിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടായിട്ട് എനിക്ക് ആൽഫയെ കിട്ടുകയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ എനിക്ക് എക്സ് മൈനസ് ആൽഫേൻ്റെയും മറ്റ് ഒരു ഫംഗ്ഷൻ്റെയും പ്രൊഡക്റ്റായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഐ ട്രൈങ് ടു ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് I put f of x equal to 0, which implies x cube minus I equal to 0. That implies x cube equal to I, which implies x equal to minus I. അല്ലേ, x cube equal to I implies x equal to minus I. കാരണം നിങ്ങളിപ്പോൾ മൈനസ് ഐൻ്റെ ക്യൂബ് എടുത്ത് നോക്കിയാൽ we get I. So x equal to minus I. x equal to minus I implies this minus I is a root of f of x. ഇത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് അല്ലേ. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മാക്സിമം 3 റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യാം അല്ലേ. മാക്സിമം 3 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യാം അല്ലേ. സോ നമുക്കതിലെ റൂട്ടാണ് -1 എന്ന് കിട്ടി. അപ്പോൾ -1 എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ട് ആയതുകൊണ്ട് തന്നെ വി ഹാവ് this x minus minus I, that is x plus I is a factor of f of x. x plus I എന്ന് പറയുന്നത് f of x ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ. ഇനി അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് പ്ലസ് ഐ എന്ന് വെച്ചാൽ ദിസ് എഫ് ഓഫ് എക്സ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ദിസ് എക്സ് പ്ലസ് ഐ അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് പ്ലസ് ഐ എന്ന് വെച്ചാൽ ഈ എക്സ് പ്ലസ് ഐ കൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സിനെ കംപ്ലീറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. So, to find the remaining roots, I divide this f of x by x plus I. അപ്പോൾ നമുക്ക് ഒരു റൂട്ടേ കിട്ടിയുള്ളൂ. ഇനി മറ്റ് 2 റൂട്ട്സും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ആ മറ്റ് 2 റൂട്ട്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി since this x plus I is a factor of f of x, I divide this f of x by x plus I using synthetic method. ഓക്കെ. സിന്തറ്റിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എഫ് ഓഫ് എക്സിന് എക്സ് പ്ലസ് ഐ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. സോ എങ്ങനെയാണ് സിന്തറ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്? ദിസ് ഇസ് അവർ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻസ് ഒരു റോ പോലെ എഴുതും. സോ എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് 1, എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 0, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആൻഡ് കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നത് -i. ഓക്കെ. ആൻഡ് എക്സ് പ്ലസ് ഐ ഈസ് എ ഫാക്ടർ. ദാറ്റ് ഈസ് അവർ എക്സ് മൈനസ് സി ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വിച്ച് ഇംപ്ലീസ് സി ഈക്വൽ ടു -i. ഓക്കെ. So
we put the value c equal to minus I here, and I put 0 here. So what is 1 plus 0? സിന്തറ്റിക് മെത്തേഡിൻ്റെ മെത്തേഡ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയി പറയുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് സിന്തറ്റിക് മെത്തേഡിൻ്റെ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, സോ 1 plus 0 equal to 1 and 1 into minus I equal to minus I. Now 0 plus minus I equal to minus I. Minus I into minus I equal to minus 1. 0 plus minus 1 equal to minus 1. And minus 1 into minus I equal to I. Minus I plus I equal to 0. Okay, and the last element determine the remainder function R. So this is our R, and the remaining terms will form the quotient function. ആ remaining terms എന്ന് പറയുന്നത് quotient function ഫോം ചെയ്യും. നമുക്ക് ലാസ്റ്റ് കിട്ടിയ എൻട്രി എന്താണോ അതായിരിക്കും ഈ എഫ് ഓഫ് എക്സിനെ എക്സ് പ്ലസ് ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് റിമൈൻഡറായി കിട്ടിയിരിക്കുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് ദിസ് എഫ് ഓഫ് എക്സ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ദിസ് എക്സ് പ്ലസ് ഐ. അത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഏതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെയും സം ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യന്റ് ഫംഗ്ഷൻ ക്യൂ ഓഫ് എക്സും ഒരു റിമൈൻഡർ ഫംഗ്ഷൻ ആർ ഓഫ് എക്സും കിട്ടും. ആൻഡ് വി ക്യാൻ റിപ്രസെൻറ്റ് അവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു g of x plus r of x. Here our remainder function r of x equal to 0. So f of x equal to q of x into g of x. That is, this function f of x is the product of these two polynomials q of x and g of x. So ഈ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതിയില്ല അല്ലേ. വാട്ട് ഈസ് അവർ ക്യൂ ഓഫ് എക്സ്? ദ കോഷ്യന്റ് ഫംഗ്ഷൻ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി 3 ആണ്, ആൻഡ് എക്സ് മൈനസ് സി എക്സ് പ്ലസ് ഐൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. സോ എഫ് ഓഫ് എക്സിന് എക്സ് പ്ലസ് ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഞാൻ ഈ 1 തൊട്ട് എക്സ് സ്ക്വയറിനെ അറ്റാച്ച് ചെയ്യുന്നു, ഈ മൈനസ് വൈ ആയിട്ട് എക്സ് റൈസ് ടു 1 അറ്റാച്ച് ചെയ്യുന്നു, ഈ മൈനസ് 1 ആയിട്ട് എക്സ് റൈസ് ടു 0 അറ്റാച്ച് ചെയ്യുന്നു. സോ ഐ ഗെറ്റ് ദ കോഷ്യന്റ് ഫംഗ്ഷൻ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഐ എക്സ് മൈനസ് 1. Okay, so this is our quotient function, and from this we get this function f of x is completely divisible by q of x, where q of x equal to x square minus ix minus 1. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്യൂ ഓഫ് എക്സിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ റൂട്ട്സ് തന്നെ ആയിരിക്കും എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ക്യൂ ഓഫ് എക്സിൻ്റെ റൂട്ട്സ് എല്ലാം തന്നെ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ ജി ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ഒക്കെ തന്നെ എഫ് ഓഫ് എക്സിൻ്റെയും റൂട്ട്സ് ആയിരിക്കും. സോ ടു ഫൈൻഡ് ദ റിമൈനിങ് റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ്, ഹിയർ വി ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ക്യൂ ഓഫ് എക്സ്. ഈ ക്യൂ ഓഫ് എക്സിൻ്റെ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ക്യൂ ഓഫ് എക്സിൻ്റെ റൂട്ട്സ് കിട്ടിയാൽ ആ റൂട്ട്സ് എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ഈസ് അവർ ക്യൂ ഓഫ് എക്സ്? ക്യൂ ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് സെക്കൻഡ് ഡിഗ്രി അല്ലേ. ഏതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയാലും ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഐ എക്സ് മൈനസ് 1. ദെൻ ഫ്രം ദിസ് എക്സ് ഈക്വൽ ടു minus b plus or minus root b square minus 4ac by 2a. So this is equal to I plus or minus root of minus 1 plus 4 divided by 2. Okay, and this is equal to root 3 plus I by 2 and root 3 and minus root 3 plus I by 2. ഓക്കെ, സോ നമുക്ക് എക്സിൻ്റെ വാല്യൂസായി കിട്ടിയേക്കുന്നത് റൂട്ട് 3 പ്ലസ് ഐ ബൈ 2 ആൻഡ് മൈനസ് റൂട്ട് 3 പ്ലസ് ഐ ബൈ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് റൂട്ട്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് മൈനസ് റൂട്ട് 3 പ്ലസ് ഐ ബൈ 2 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലെ ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് മൈനസ് റൂട്ട് 3 പ്ലസ് ഐ ബൈ 2 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇനിയാണ് ദെൻ വി ക്യാൻ എക്സ്പ്രസ് അവർ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫാക്ടറാണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 3 പ്ലസ് ഐ ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 3 പ്ലസ് ഐ ബൈ 2.
where this f of x equal to x cube minus I. Okay,